സിനിമയിൽ വിവാദങ്ങൾ എന്നും അത് സിനിമാക്കാർക്ക് ഒരു പ്രശ്നമല്ല. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതങ്ങ് അരങ്ങ് വാണ്ടിരിക്കുന്ന സമയം. ഇപ്പൊ വിസ്മയ മോഹൻലാലിന്റെ വിവാദത്തിൽ കുടുങ്ങി എന്നുള്ളതാണ് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ അതിനൊരു ഒരു ഒരു ഉത്തരം നൽകണമെന്നുള്ള രീതിയിലാണ് നമ്മളാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ രീതിയിലാണ് വീഡിയോ. കാരണം വിസ്മയ മോഹൻലാൽ ആദ്യം നീറ്റിന്റെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചപ്പം ഇപ്പോഴാണോ വിസ്മയ മോഹൻലാലിന് പ്രതികരിക്കാൻ തോന്നി? ഇത്രയും നാളും ഇല്ലാഞ്ഞിട്ട് സിനിമ റിലീസിന് അടുത്തപ്പോഴാണോ ലൈംലൈറ്റ് വരാൻ വേണ്ടി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വിചാരിച്ച് ലൈംലൈറ്റ് വരാൻ വേണ്ടിയാണോ വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ ഉണ്ട്. അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം, വിസ്മയ മോഹൻലാൽ സ്റ്റേജിൽ വരുമ്പോൾ ചേഷ്ടകളൊക്കെ കാണിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും കുട്ടിക്ക് എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ തുടങ്ങിയിട്ട് രണ്ടാമത്തിന് ആദ്യം ഉത്തരം നൽകാം. വിസ്മയ മോഹൻലാൽ ഇന്റർവ്യൂ എടുക്കുമ്പോഴെല്ലാം മോഹൻലാലും അമ്മയും കൂട്ടത്തിലുണ്ട്. അന്നേരം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി സ്വന്തമായിട്ടൊരു ഇന്റർവ്യൂവിൽ അധികം പങ്കെടുത്തിട്ടില്ല. കാരണം അത് ഇതുവരെ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഒന്നും പങ്കെടുക്കാത്ത ഒരു കുട്ടിയാണ്. ഇപ്പൊ പ്രണവിന്റെ കാര്യം നമുക്കറിയാം. പ്രണവിന് സിനിമയെക്കാട്ടി ഇഷ്ടം യാത്ര ചെയ്യുന്നത് തന്നെയാണ്. അതാണ് സത്യം. എന്നാൽ ഈ വിസ്മയ മോഹൻലാൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഇഷ്ടമായിരിക്കും ഒരു വട്ടം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അത് അഭിനയിച്ചിട്ട് ഇന്റർവ്യൂവിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിന് ഒരു ഭയവും ഒക്കെ കാണും. അച്ഛൻ എന്ന് പറയുന്ന ഒരു ലെജൻഡിന്റെ മുമ്പിൽ വെച്ചാണ് ഈ സംസാരിക്കുന്നതല്ല, ഒരിക്കലും മോശമാക്കാൻ പറ്റത്തില്ല. അന്നേരം അതിന്റെ ശേഷമുള്ളൊക്കെ എനിക്കൊരു നാച്ചുറൽ ആയിട്ടാണ് തോന്നിയത്. അല്ലാതൊരു മോശമായിട്ട് തോന്നുന്നവർക്കെല്ലാം മോശമാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അതൊരു നാച്ചുറൽ ആയിട്ടാണ്. ഒരു നിഷ്കളങ്കായ ഒരു പെൺകുട്ടിയുടെ ഒരു സ്വഭാവം തന്നെയാണ് എനിക്ക് തോന്നിയ ആദ്യത്തെ. ഇനി ആദ്യത്തെ പ്രശ്നം, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ച ഇപ്പോഴാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ ഉത്തരങ്ങൾ പറയാനില്ല. കാരണം നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം വിസ്മയ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ലൈംലൈറ്റ് വന്നതുകൊണ്ടായിരിക്കാം അതൊരു പക്ഷെ അത് പ്രതികരിച്ചു. ഇനി ചിലപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് എനിക്ക് വിസ്മയ മോഹൻലാൽ ഇതേക്കുറിച്ച് തോന്നിയത്. എന്തായാലും ഓഗസ്റ്റ് 7 വേൾഡ് വൈഡ് റിലീസാണ്. ആ കുട്ടി നന്നായിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ സിനിമ വിജയിക്കും. അല്ലാതെ ഒരാളുടെ മകളാണെന്നോ മകനാണെന്നോ വിചാരിച്ചുകൊണ്ട് സിനിമ വിജയിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഓഡിയൻസ് തീരുമാനിക്കുന്നതാണ്. എന്തായാലും നല്ല സിനിമയായിട്ട് മാറട്ടെ തുടക്കം. വിസ്മയ മോഹൻലാലിന്റെ ഗംഭീര തുടക്കമാകട്ടെ.